ഇവക്ക് ഇത് എന്തിന്റെ സൂക്കേടാടാ? നാരായണേട്ടന്റെ മോളായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ കാണുമ്പോഴൊക്കെ എന്നോട് ചോദിക്കും ചന്ദ്രേട്ടന്റെ കാര്യം. സംഗതി കൊള്ളാം, കാണാനും സ്വഭാവവും. പിന്നെ നാരായണേട്ടനെ എളുപ്പമൊന്നും കാണില്ല. നമുക്കൊന്ന് ആലോചിച്ചാലോ? ഞാൻ വല്ല തെറിയും പറയും കേട്ടോ. പിന്നെ എന്നും ഇങ്ങനെ അമ്പലക്കാളെ പോലെ നടന്നാൽ മതിയോ? പണിയെടുക്കുന്ന കാശ് മുഴുവൻ പല ചാരായക്കടയിലും മുച്ചീട്ട് കളിക്കാരനും കണ്ട വെടികൾക്ക്. വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ രമണി എന്നോട് ചോദിക്കും, ചന്ദ്രേട്ടനും വേണ്ടേ നമ്മളെപ്പോലൊരു വീടും ജീവിതവും എന്നൊക്കെ. ഇനി ചന്ദ്രേട്ടൻ വീട്ടിൽ വരുമ്പോ പറഞ്ഞ് സമ്മതിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുക അവള്. തുടങ്ങി രമണിയും വീടും കൂടും. നിനക്കൊന്നും മിണ്ടായിരിക്കണം. ഇനിയിപ്പോ എന്താ വേണ്ടേ? ചന്ദ്രേട്ടൻ ഒരു കുടുംബമായിട്ട് കഴിഞ്ഞു നോക്ക്, അപ്പോഴേ എന്റെ സുഖം അറിയും. എന്റെ തടി ഇവിടെ ആണെങ്കിലും പ്രാണൻ അവളുടെ അടുത്താ. വയസ്സാകുമ്പോഴേ ഈ തടിയും ചുണയൊക്കെ അങ്ങ് മാറും. ആരാ ഇത്തിരി വെള്ളം ചൂടാക്കി തരാനുണ്ടാവുക? അതിന് വയസ്സായെങ്കിലല്ലേ. പിന്നെ ചന്ദ്രു ആർക്കും ഒരു ഭാരവുമില്ല. ആരുടെയെങ്കിലും സഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഗതി വന്നാൽ അന്ന് അവസാനിപ്പിക്കും. പിന്നെ വലിച്ചു വാരി കുഴിയിലിട്ട് മൂടണം. അതിനുള്ള മണ്ണ് എനിക്കുണ്ട്. പിന്നെന്താ? അയ്യോ മുതലാളിയോ? മോനെ മൂഞ്ഞിമേടാ വെള്ളം പറ്റണേ. മുതലാളി കണ്ടില്ല. മൂത്ത് രണ്ട് കണ്ണ് ഫിറ്റ് ചെയ്തേക്കണേ. പിന്നെ എന്തിനാ പടക്കേ? എവിടാ നമുക്ക്? ആര്? അന്റെ മുതലാളി ചന്ദ്രു മുറിയിലുണ്ടാവും. വേഗം വണ്ടി കൊണ്ട് അങ്ങോട്ട് വാ. ഇന്ന് വണ്ടി കൊണ്ട് നമ്മള് പോകും. അയ്യോ മുതലാളി ചതിക്കരുത്, ഞങ്ങളുടെ കഞ്ഞിയാണ്. ഇന്ന് ആ കഞ്ഞിക്കല ഞാൻ എടുക്കും. അനക്കറിയോ 10-15,000 ഉറുപ്പ്യ ബാക്കി നിൽക്കണത്. മാസാമാസം തന്നു തീർത്തോളാ കരാറ്. കൊല്ലൊന്നായി ഒറ്റ കായ് എന്നിട്ടില്ല ഹിമാർ. ചന്ദ്രേട്ടനെ മുതലാളിക്ക് അറിയാമല്ലോ. 5-8 കൊല്ലം മുതലാളിയുടെ കൂടെ പണിയെടുത്ത ആളല്ലേ. ചന്ദ്രേട്ടൻ തരാണ്ടിരിക്കില്ല. എന്ന് എന്റെ മയ്യ തടക്കിട്ടാ തെണ്ടി തിരിഞ്ഞു നടന്നപ്പോ പിടിച്ചോണ്ടായി വളയം പിടിപ്പിച്ച നമ്മളാ. എന്നിട്ട് നമ്മളോട് വേണക്കളി. അത് കൽവിലിരിക്കട്ടെ. തറാമ്പറപ്പ് വണ്ടിയും തുടങ്ങിയ നിന്നേ ഒരു കൈയെന്ന് വെച്ചേ. ഒരു കൈയല്ല 2 കൈയും വെക്കാം. പക്ഷെ 2 രൂപ തരണം. ഒന്ന് അനക്കണേനാ. ജോലി ചെയ്താ കാശ് കിട്ടണം. മുതലാളിയാവുമ്പം കാശ് വാങ്ങാൻ പാടില്ലാത്ത എന്ത് ചെയ്യാം? മുതലാളിക്ക് അറിയൂ, 2-3 മാസം കഴിഞ്ഞാൽ ഞാനൊരു കുഞ്ഞിന്റെ തന്തയാ. ഒരു വീട് വെക്കണം. ഈ കല്ലും മരവൊന്നും ചിരിച്ചു കാണിച്ചാ കിട്ടില്ല. അപ്പൊ ചങ്ങാതിനെ പോലെ അല്ല നീ. വീടും കൂടി നോക്കണം വിചാരണ്ട്. നാ പുടി 5 ഉറുപ്പ്യ ഉണ്ട്. ഇരിക്കട്ടെ. വളരെ സന്തോഷം. പിടിച്ചോ. തള്ളിക്കോ. ബ്രേക്കിന് കാലിട. നമ്മൾ പോട്ടെ. മുതലാളിയോ? അനക്കെത്ര വാപ്പേണ്ടാ? കഴിഞ്ഞ 1-ാം തീയതി എന്റെ കുടിയിലെ ഉറുപ്പയും കൊണ്ട് വരാന്ന് പറഞ്ഞോനായി. എന്നിട്ട് വന്നോ? വണ്ടിക്ക് പണി ഒഴിഞ്ഞ നേരല്ല. ആഴ്ചയിൽ 2-3 ദിവസം വർക്ക്ഷോപ്പ്. അതല്ലേ ചോദിച്ചത്. ഉറുപ്പയും കൊണ്ട് ഈ വന്നോന്ന്? ഇല്ല, എന്റെ ഉണ്ടായില്ല. എന്നാ വണ്ടി കൊണ്ട് നമ്മള് പോവാണ്. കൊണ്ടുപോയിക്കോ.
അല്ല, അപ്പൊ നീ എങ്ങനെയാടാ കയ്യ? അത് മുതലാളി അറിയണ്ട. വണ്ടിപ്പണി മാത്രമേ എടുക്കുന്നില്ല. കൈത്തണ്ടയ്ക്ക് ബലമുള്ളിടത്തോളം കാലം ചന്ദ്രു ജീവിക്കും. നീ ചൂടാവാതടോ. പിന്നെ മുതലാളി ചൂടാവുന്നതോ? ഞാൻ നാട് വിട്ടു പോകുന്നില്ല. പോയാൽ തന്നെ വണ്ടിയുടെ ബുക്കും പേപ്പർ നിങ്ങളെ ഇല്ലേ? പിന്നെന്താ, കാശുണ്ടാകുമ്പോ അങ്ങ് തരും. അതല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. എനിക്കറിയാം, കുറെ നാളായല്ലോ കേട്ടു തുടങ്ങിയിട്ട്. ആ 3 സെന്റ് സ്ഥലം കൂടെ തരാനല്ലേ? അല്ല, ഈ ഒന്ന് ആലോചിച്ച് നോക്ക്. 32 സെന്റ് സ്ഥലം ഈ നമുക്ക് തന്നു. ബാക്കി ആ 3 സെന്റ് സ്ഥലം കൊണ്ട് അനക്കൊരു കാര്യമില്ല. അതും കൂടി ഞമ്മക്ക് എഴുതി തന്നാല് ഞമ്മളെ കടം പീടിയില്ലേ? ഒന്നും വില കൂട്ടിക്കോ. പിന്നെ മാസാമാസം കായം ചോദിച്ച് ഞമ്മൾ ഇങ്ങോട്ട് വരില്ല. ബുക്കും പേപ്പർ എനിക്ക് തിരിച്ചു തരാം. എന്റെ കയ്യിലിരുന്നാല് എന്നെങ്കിലും ഇത്തിരി കായിന് ആവശ്യം വന്നാല് കൊണ്ടേ പണയം വെക്കാലോ. ഇല്ല മുതലാളി, അത് ഞാൻ തരില്ല. നാളെ ഞാൻ എവിടെയെങ്കിലും വീണ് ചത്ത പെരുവഴി കിടന്ന് നാറരുത്. എന്റെ അച്ഛനെ അടക്കിയത് ആ മണ്ണില. അവിടെ തന്നെ വേണം എന്നെ. എന്നാലേ ഞമ്മൾ പറഞ്ഞു ഞങ്ങൾ മറന്നാളാ. തിരുമ്മയാ ഇരട്ടിക്കൊന്നുമില്ല. ഇതുകൂടെ ഉണ്ടല്ലോടാ. കഴിവറട മോൻ ചാവാൻ പോണെന്ന് പറഞ്ഞാൽ 10 പൈസ കൊടുക്കല. വിശന്ന് പൊരിഞ്ഞാൽ ഒരു ചായ കുടിക്കല. കൂട്ടി വെച്ചോ, ചാവുമ്പോ കൊണ്ടുപോവാ. ഞാൻ പറഞ്ഞില്ലേ ചന്ദ്രേട്ടനോട്, ഒരു വീട് വെക്കണം. അടച്ചുറപ്പുള്ള ഒരു മുറി, ഒരടുക്കള, അത്രയും മതി. വീടൊക്കെ നമുക്ക് പണിയാടാ, സമയാവട്ടെ. സമയം പറഞ്ഞാ രമണിക്ക് 5-ാം മാസമാ. അവൾ ആരാ മോളെന്നറിയോ ചന്ദ്രേട്ടന്? തറ കെട്ടിയ പിന്നെ അവള് ഇനിയിപ്പോ പെരപണില്ലെങ്കിൽ അവള് പണിമുടക്കി കളയോ? വണ്ടിപ്പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രവി 10 രൂപയുടെ കാശ് വേറെ ഉണ്ടാക്കും. ചന്ദ്രേട്ടന്റെ വണ്ടിക്ക് കേടില്ലാത്ത ദിവസമില്ല. വിറ്റ് കളഞ്ഞൂടെയാ മുതല്. വിറ്റിട്ട് എന്ത് ചെയ്യാനാ? അവന്റെ ഈ സ്വഭാവം കൊണ്ട് വേറൊരു വണ്ടിയില് ആരെങ്കിലും പണി കൊടുക്കോ? ചന്ദ്രേട്ടന്റെ സ്വഭാവത്തിന് എന്താ മോശം? ചന്ദ്രേട്ട ഒറ്റത്തടിയാന്നൊന്നും ആരും കരുതണ്ട. ചോദിക്കാനും പറയാനും ഒക്കെ ഞങ്ങൾ ചിലരൊക്കെ ഇവിടെ ഉണ്ടേ. ഓ, പെണ്ണിന്റെ ഒരു നാണം കണ്ടില്ലേ? രവിക്ക് കത്തുണ്ടോ? ഉണ്ട്. ആരുടെ ആടാ? നിന്റെ കെട്ടിയാളുടെ? ഈ രവിയുടെ പെണ്ണിന് വേറെ പണിയൊന്നും ഇല്ലേ? ആഴ്ചയില് 2 കത്താ. ചെക്കന്റെ മോന്ത കണ്ടില്ലേ? വെളുത്തമാവ് പോലെയാ. അവക്ക് എത്ര മാസമായി? 5. കല്യാണം കഴിഞ്ഞ് കൊല്ലമൊന്നായില്ല, അതിനുമ്പ് കൊച്ചായി. അങ്ങനെ ആമ്പിള്ളാര് ചെലവിയണോട്ടോ. പിന്നെന്താ, സരള ചേച്ചിക്കും കാത്തൂനും മറിയാമ്മ ചേട്ടത്തിക്കും എല്ലാവർക്കും വയറ് നിറച്ച് പായസം. എന്റെ മോളുടെ 28-ന് സദ്യയും. മോളോ? അപ്പൊ പിറണേന് മുമ്പ് നീ അങ്ങ് തീരുമാനിച്ചോ മോളാണെന്ന്? ആദ്യത്തെ മോളാ, എനിക്ക് ഉറപ്പാ. ഞാൻ തുളസിയിലിട്ട് നോക്കി, 3 പ്രാവശ്യം മലർന്നു തന്നെയാ വീണത്. തുളസിയില നുണ പറയില്ല.